ഹായ്, അപ്പോൾ നമ്മളുടെ അടുത്തൊരു ബൈക്ക് കൂടി കൊണ്ടുപോയിട്ടുണ്ട്. ഈ സ്കൂട്ടറാണ്. അതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ് കാണിക്കാൻ പോകുന്നത്. അതെങ്ങനത്തെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇത് പെട്ടിയിലാണ് വന്നിരിക്കുന്നത്, കാർഗോ പെട്ടിയിലാണ് വന്നത്. അത് നമുക്ക് തുറക്കുകയാണ്, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, ഇതാണ് ഐറ്റംസ് വന്നിരിക്കുന്നത്. ഇങ്ങനെ കാർഗോയിൽ വന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, അതിൻ്റെ ടൂളെല്ലാം ഇതിലുണ്ടാവും കേട്ടോ. ഇതിൻ്റെ ടൂൾ, ആവശ്യമുള്ള ടൂള് കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും. ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് ആദ്യം നോക്കാം. ഈ ഒരു കണ്ടീഷനിലാണ് വരുന്നത്. ഈ ഒരു കണ്ടീഷനിലാണ് ഈ ബൈക്ക് വരുന്നത്. അപ്പോൾ അൺബോക്സിങ് ആയിരിക്കുകയാണ്. അൺബോക്സിങ് കഴിഞ്ഞ് ഇതൊക്കെ എല്ലാം സെറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇതിൽ ചാർജ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റിയൊരു ബൈക്കാണ്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ സ്പീഡ് കൂട്ടിക്കേണ്ടത് ഇത് എങ്ങനെയാണ്? മാക്സ് സ്പീഡാണ്. ഇത് കണ്ടില്ലേ, 200 ഓടിക്കാവുന്നതാണ്. ഇത് കണ്ടോ, ഇത് അത്യാവശ്യം നല്ല ഇതാണ്. ഇതിനൊരു സൗണ്ട് ഇതിങ്ങനെ കിടന്ന് കിളിങ്ങുമ്പോഴുണ്ട്. ഈ ഒരു പെട്ടി കവറെടുത്ത് മാറ്റിയാലും മതിയെന്നാണ് എനിക്ക് തോന്നണം, ഈ സൗണ്ട് മാറാനായിട്ട്. ഇത് കണ്ടല്ലേ, ഇങ്ങനെ ഇതാകുന്നുണ്ട്. ഇതൊന്ന് എടുത്ത് മാറ്റി വെച്ചാൽ ഇങ്ങനെ ഓടിക്കാം. ഓക്കെ, സീറ്റ് കീറിയാ, ഇത് സീറ്റ് കീറിയിട്ടുണ്ട്. കാര്യം ഇതെല്ലാം എന്താ പറയുക, ഇത് കണ്ട പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ഒരു മൊത്തം ബ്ലേഡ് വെച്ച്. ഇത് കണ്ട, ഇത് കസ്റ്റംസിൻ്റെ പൊട്ടിക്കലുണ്ടായിരുന്നു. ആ മൊത്തം കാട്ടും കീറിയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടല്ലോ, ഇതെല്ലാം കീറി നോക്കിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് സീറ്റും കീറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അൺബോക്സിങ്. ഇതിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യം നല്ലതാണ്. നേരത്തെ ഒരു മൈറ്റോയുടെ ഒരെണ്ണം അവിടെ ഇരിപ്പില്ലടാ, അത് സീറ്റില്ല, നിന്നോടിക്കണതാണ്. ഈ സീറ്റില്ല. ഏത് സ്ഥാനത്തോളം ഇങ്ങനെ തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. സ്കൂട്ടറിനേക്കാളും എങ്ങനെയുണ്ട് ഓടിച്ചിട്ട്? ഒരു കാര്യം ഇഷ്ടപ്പെട്ട എന്താ പറയുക, ആ സ്കൂട്ടർ ഇച്ചിരി നേരം എടുക്കും. ഒരു സെക്കൻഡ് കൊണ്ട് എടുക്കുന്ന സ്പീഡ് ഇച്ചിരി നേരം എടുക്കും ആണല്ലേ. ഇത് റോട്ടിൽ ഓടിക്കുമ്പോൾ നല്ല ഇതാണ്. എന്തായാലും ഇവിടെ ഈ ഒരു ഇതുള്ളത് കൊണ്ടാണ്, കട്ട് ഉള്ളത് കൊണ്ടിട്ടാണ്. അപ്പോൾ ഇത് നല്ല ഹെവിയാണ് കേട്ടോ. നമുക്കിത് കണ്ടല്ലോ, നല്ല കിലോ കയറണം, 100-150 കിലോ ഒക്കെ ഇതിൽ കയറുന്ന ഒരു ഐറ്റംസാണ്. നല്ല പവറായിട്ടുള്ളത് തന്നെയാണ്. എന്താ പറയുക, മറ്റതും അത്യാവശ്യം നല്ല പവറായിട്ടുള്ളതാണ്. നമ്മൾ ഈ ടോയൊക്കെ ചെറിയ ചെറിയ ടോയ് മേടിക്കണമെങ്കിൽ നല്ലത് ഇങ്ങനത്തെ ടോയ് മേടിക്കലാണ്. പക്ഷേ ഇത് കൊണ്ടുവരുന്നതിനാണ് ഇതിൻ്റെ ചാർജ് കൂടുതൽ വരുന്നത്. ഇതിൻ്റെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല, ഇത് മേടിച്ച കാശ് തന്നെ കൊണ്ടുവരുന്നതിന് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ പകുതിയെങ്കിലും എന്തായാലും വരും. അപ്പോൾ ഈ വേണമെങ്കിൽ ഈ നെറ്റ് ബാസ്ക്കറ്റ് ഊരിയ ഇവിടെ ഒരാൾ നിന്ന് ഓടിക്കുക കേട്ടോ, നിൽക്കാം. ഇതിൻ്റെ പുറത്ത് കയറി നിൽക്കലാണ്. ഈ ഒരു തട്ടയിൽ കയറി നിൽക്കാൻ പറ്റും ഒരാൾ കൂടി, ബാസ്ക്കറ്റ് മാറ്റിയാൽ. എന്തായാലും നല്ലൊരു ഐറ്റംസ് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്തെങ്കിലും പാർട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവരുടെ തന്നെ ഇതുണ്ട്, മൈറ്റോയുടെ തന്നെ ആപ്പ് അടിച്ച് നോക്കിയാൽ അതിലുണ്ടാവും. മൈറ്റോയി ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് കുറച്ച് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയാണ്, അതുകൊണ്ടിട്ടാണ് ഞാൻ ഇതെടുത്തത്. അപ്പോൾ ഇതൊക്കെ പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതത്ര എന്താ ഫിറ്റിങ്ങിൽ കുഴപ്പമില്ല. ഇതിൻ്റെ അടിയിലാണ് ഇതിൻ്റെ ബാറ്ററി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ സെറ്റിംഗ് ഉണ്ട്, ഇതിൻ്റെ കീ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇതിന് ഷോക്ക് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടിട്ട് അത്യാവശ്യം നല്ല ഓടിക്കാനും സ്മൂത്തായിരിക്കും ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അതും അത്യാവശ്യം നല്ലതാണ്. നമ്മളിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ചെറിയ സ്കൂട്ടറും അത്യാവശ്യം നല്ലതാണ്. അതിന് 300 ദിർഹംസൊക്കെ ഉള്ളൂ ഇതിന് നമ്മളിത് കൊണ്ടുവന്നത്. ഇതിന് ഷോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്യണതാണ്. ഇത് ഇച്ചിരി ഡേഞ്ചറാണ്. അതിനാണ് ഹെൽമെറ്റ് ഇതൊക്കെ കൊണ്ടുപോകുന്നത്. ഞാൻ 2 വട്ടം വീണിപ്പോൾ. ഇത് എന്തായാലും ഹോളുള്ള സ്ഥലത്ത് ഓടിക്കാൻ പറ്റിയല്ലേ, അങ്ങനെ ഒരു കാര്യമുണ്ട്. മോട്ടോർ ആക്ട് വെഹിക്കിൾ പ്രകാരം ഹോളുള്ള സ്ഥലത്ത് ഓടിക്കാൻ പാടില്ലായിരുന്നു. അതെൻ്റെ തെറ്റാണ്. എന്തായാലും ചാനലൊക്കെ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.